സുനിൽ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. കേരളത്തിൽ നടന്ന പ്രമാദമായ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി വകയാർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്. ഏതാണ്ട് 3000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് നിക്ഷേപകർക്ക് അറിവുള്ള കാര്യമാണല്ലോ. 2019 അവസാനത്തോടെയാണ് ഈ സ്ഥാപനം പൊളിഞ്ഞതെങ്കിലും 2020 ഏപ്രിൽ മെയ് മാസത്തോടെയാണ് നിക്ഷേപകർ ഈ സ്ഥാപനം തകർന്ന വിവരം അറിയുന്നത്. അന്നു മുതൽ നിക്ഷേപകർ പലവിധ മാർഗങ്ങളിലൂടെ തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ MD റോയ് എന്ന് വിളിപ്പേരുള്ള തോമസ് ഡാനിയൽ, അതുപോലെ അയാളുടെ ഭാര്യയും പെൺമക്കളും കുറേ നാൾ ജയിലിലായിരുന്നെങ്കിലും ഇപ്പോൾ അവർ കോടതിയിൽ നിന്നും ജാമ്യം നേടി പുറത്താണുള്ളത്. CBI, SFIO, അതുപോലെ ED തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ബഡ്സ് ആക്ട് നിലവിൽ വന്ന ഒരു സാമ്പത്തിക തട്ടിപ്പ് കൂടിയാണിത്. ബഡ്സ് കോടതി ആലപ്പുഴ കോടതി സമുച്ചയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കേരള സർക്കാർ ഏർപ്പെടുത്തിയ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ കീഴിലാണ് ബഡ്സ് കോടതി പ്രവർത്തിക്കുന്നത്. ED ഏതാണ്ട് 65 കോടി രൂപയോളം ഇതിനകം കണ്ടുകെട്ടിയത് നിക്ഷേപകർക്ക് അറിവുള്ളതാണല്ലോ. കേരളത്തിലെ 14 ജില്ലകളിലും ബാധകമാണ് ബഡ്സ് കോടതിയുടെ പ്രവർത്തനം. പോപ്പുലർ ഉടമകളുടെ സ്വത്ത് അബ്സല്യൂട്ട് ആക്കാനുള്ള വിധികൾ അഡീഷണൽ സെഷൻ കോടതി ഇതുവരെ കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം കളക്ടർമാർ മാത്രമേ ഇത് കളക്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും കോടതിയിൽ നിന്നും അബ്സല്യൂട്ട് ആക്കാനുള്ള വിധികൾ ലഭിക്കാനുള്ള ജില്ലകൾ തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ്. ഈ ജില്ലകളിലെ കളക്ടർമാരെ കൊണ്ട് സ്വത്തുക്കൾ അബ്സല്യൂട്ട് ആക്കാനുള്ള വിധികൾ സമ്പാദിക്കാൻ നിക്ഷേപകരുടെ സംഘടനയായ PFDA ശ്രമം നടത്തുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടർ റെസ്പോണ്ടൻ്റായ കേസ് ഡിസംബർ 16 ജില്ലാ കോടതി പരിഗണിക്കുന്നതിന് വെച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കോടതിയിൽ നിന്ന് തൃശ്ശൂർ ജില്ലാ കോടതിയിലേക്ക് പാലക്കാട് കളക്ടർ സമർപ്പിച്ച പെറ്റീഷൻ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു. CBIയുടെ കുറ്റപത്രം ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടുമില്ല. CBI കുറ്റപത്രം സമർപ്പിക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ്. ഏതാണ്ട് 14,750 ഡിപ്പോസിറ്റർമാരാണ് പോപ്പുലർ തട്ടിപ്പിൽ ഉൾപ്പെട്ടത് എന്നാണ് നിക്ഷേപകർക്ക് അറിയുള്ള കാര്യമാണല്ലോ. ഏതാണ്ട് 750 കോടിയുടെ തട്ടിപ്പാണ് നടന്നത്. 750 കോടിയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിക്ഷേപകർക്ക് പണം മുഴുവനായി കൊടുത്ത് തീർക്കാൻ സാധിക്കുകയുള്ളൂ. സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫിനാൻസിൻ്റെ ബ്രാഞ്ചുകൾ ഒഴിപ്പിച്ചപ്പോഴുള്ള സ്വർണം, പണം എന്നിവ അതാത് ജില്ലാ കളക്ടർമാർ ട്രഷറിയിലേക്ക് കണ്ടുകെട്ടിയിട്ടുണ്ട്. മറ്റു ഫർണിച്ചറുകൾ പോപ്പുലർ ഫിനാൻസിൻ്റെ കോന്നി വകയാർ ഹെഡ് ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനിയുമേറെ കടമ്പകളാണ് നിക്ഷേപകർക്ക് പണം കയ്യിൽ കിട്ടാൻ തടസ്സമായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നിയമവ്യവസ്ഥകൾ എത്രയും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പ്രവണതയാണുള്ളത്. പിന്നെ സാമ്പത്തിക തട്ടിപ്പുകളുടെ അങ്ങനെയുള്ള കേസുകൾ ഇപ്പോൾ പറയുകയും വേണ്ട. പോപ്പുലർ കേസ് സംബന്ധിച്ച് നിരവധി കോടതികളിലാണ് കേസ് നടക്കുന്നത്. ഏറ്റവും വലിയ നിക്ഷേപക സംഘടനയായ PFDAയും അതുപോലെ മറ്റൊരു വക്കീൽ കൂട്ടായ്മയായ PGIA അഥവാ പോപ്പുലർ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷനും മറ്റും സ്വകാര്യ നിക്ഷേപകരും കൊടുത്ത കേസുകൾ വിവിധ കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലറിൻ്റെ ഉടമയായ തോമസ് ഡാനിയലിൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള ഒരു കേസിൽ ED സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. ഇതിൽ ഉടമയെ കൂടാതെ PFDA, PGIA എന്നിവർ എതിർകക്ഷികളായി കോടതിയിൽ നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. കോടതിയുടെ നോട്ടീസുകൾ വകയാറുള്ള പഴയ അഡ്രസ്സിലാണ് പോയെങ്കിലും അത് തിരിച്ചു വന്നത്. പോപ്പുലർ ഉടമകൾ ഇപ്പോൾ കൊച്ചിയിലാണ് താമസിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. നിക്ഷേപകർ അവരുടെ താമസ സ്ഥലത്തിൻ്റെ ചിത്രങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കണ്ടിട്ടുമുണ്ടാകും. അതുപോലെ നമ്മുടെ ചില നിക്ഷേപകരും മറ്റും റോയിയെ നേരിട്ട് കണ്ടതായിട്ടുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. മറ്റു വിവിധ കോടതികളിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം 90 നിക്ഷേപകരിൽ കൂടുതൽ നമ്മെ വിട്ടു പോയിരിക്കുകയും ചെയ്യുന്നു. അവരുടെയെല്ലാം സ്വപ്നങ്ങൾ അവർ ഈ ഭൂമിയിൽ
അവശേഷിപ്പിച്ചിട്ട് പോയിട്ടുള്ള സ്വപ്നങ്ങളെല്ലാം നമുക്ക് അവർക്ക് നീതി പുലർത്തി കൊടുക്കേണ്ടതുണ്ട്. ഇനിയും നിക്ഷേപകർക്ക് പണം കിട്ടാൻ നിരവധി കടമ്പകളാണുള്ളത്. ആദ്യം വേണ്ടത് CBI കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. തുടർന്ന് 14 ജില്ലകളിലെയും കളക്ടർമാർ അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നും പോപ്പുലർ ഫിനാൻസ് സ്വത്തുക്കൾ അബ്സല്യൂട്ട് ആക്കുന്നതിൻ്റെ ഓർഡർ ബഡ്സ് കോടതിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് മാത്രമേ ബഡ്സ് കോടതിയിൽ ഓപ്ഷൻ ചെയ്യുന്നതിന് ഉള്ള നടപടിയിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. തുടർന്ന് നിക്ഷേപകർ ക്ലെയിം സമർപ്പിക്കുന്നതിനുള്ള പ്രൊസീജിയറും ആരംഭിക്കുകയാണ്. ഈ നടപടികൾക്കൊക്കെ ഇനിയും വലിയ കാലതാമസം നേരിടുവരും എന്നുള്ളതാണ് പോപ്പുലർ ഫിനാൻസ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. എങ്കിൽ തന്നെയും PFDയുടെ ഭാരവാഹികൾ പുതിയ കോമ്പിറ്റൻ്റ് അതോറിറ്റിയെ കണ്ട് ചർച്ച നടത്തുകയും തുടർ നടപടികൾ എത്രയും വേഗത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുകയാണ്. PFDയുടെ ഭാരവാഹികളുടെ പ്രവർത്തനങ്ങളെ എത്ര ശ്ലാഘിച്ചാലും നമുക്ക് മതി വരില്ല. നിക്ഷേപകരുടെ ഏറ്റവും വലിയ നിക്ഷേപക കൂട്ടായ്മയായ PFDയുടെ ഭാരവാഹികൾ വളരെ ഊർജ്ജസ്വലതയോടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകം PFDയുടെ ഭാരവാഹികൾ പുതിയ കോമ്പിറ്റൻ്റ് അതോറിറ്റിയായ ശ്രീ വിശ്വനാഥ് സെന്നിയെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ചർച്ച നടത്തിക്കഴിഞ്ഞു. അതുപോലെ പത്തനംതിട്ട ജില്ലാ കളക്ടർ, അതുപോലെ ഗവൺമെൻറ് പ്ലീഡർ എന്നിവരെയും കണ്ട് ചർച്ച നടത്താൻ PFDയുടെ ഭാരവാഹികൾക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴ ബഡ്സ് കോടതി പല പ്രാവശ്യം PFDയുടെ ഭാരവാഹികൾ ഇതിനകം സന്ദർശിച്ചു കഴിയുകയും ചെയ്തു. അതുപോലെ പോപ്പുലറിൻ്റെ MD ആയിട്ടുള്ള ഉടമയായിട്ടുള്ള തോമസ് ഡാനിയലിൻ്റെ, അതായത് റോയിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള ഒരു കേസ് ഇപ്പോൾ നടന്നു വരുന്നു. അത് സുപ്രീം കോടതിയിലാണ് നടക്കുന്നത്. അതിൽ സുപ്രീം കോടതിയിലെ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം ചാനൽ ചർച്ചയിലൊക്കെ സുപരിചിതനാണ്. അദ്ദേഹമാണ് PFDയുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. ആ കേസ് ഇനിയും ജനുവരി 3 മാറ്റിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നിക്ഷേപകർക്ക് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിരവധി നിക്ഷേപകരുടെ, പാവപ്പെട്ടവരുടെ ആശയവും അഭിലാഷവും അവരുടെ സ്വപ്നങ്ങളാണ് ഈ സാമ്പത്തിക തട്ടിപ്പിലൂടെ പൊലിഞ്ഞു പോയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ തന്നെ നടന്ന ഏറ്റവും വലിയ ഒരു പ്രമാദമായ സാമ്പത്തിക തട്ടിപ്പാണ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ അനവധി തട്ടിപ്പുകൾ, സ്വകാര്യ കമ്പനികൾ, പണമിടപാട് കമ്പനികൾ തകർന്നു കഴിഞ്ഞു. തറയിൽ ഫിനാൻസ്, അതുപോലെ തന്നെ കേച്ചേരിയിൽ ഫിനാൻസ്, GNG ഫിനാൻസ് പുല്ലാട്, അതുപോലെ തന്നെ PRD കോഴഞ്ചേരി തടിയൂരുള്ളത്, അതുപോലെ നെടുമ്പറമ്പിൽ തുടങ്ങിയ നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ഇതിനകം തകർന്നു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ നിരവധി പണമിടപാട് സ്ഥാപനങ്ങളാണ് തകർന്നിരുന്നത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.